ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നാം നമ്മെ തന്നെ ശോധന ചെയ്യണമെന്ന് ബൈബിളിൽ പല ഭാഗത്തും കണ്ടുവരുന്നു. എന്നാൽ നാം അങ്ങനെയാണോ? മറ്റുള്ളവരുമായി ഒരു താരതമ്യം ചെയ്ത് നമ്മെ മിടുക്കരായി കരുതാൻ നാം ശ്രമിക്കാറില്ലേ? ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള ഭാഗത്തിൽ യേശു പറയുന്ന ഉപമ. ഇവിടെ 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോകുന്നു. ഒന്ന് ഒരു ഫരിസേയൻ, മറ്റേത് ഒരു ചുങ്കക്കാരനും. ഫരിസേയൻ മതഗ്രന്ഥങ്ങളെല്ലാം പഠിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്ന തികവുറ്റ യഹൂദനാണല്ലോ. എന്നാൽ ചുങ്കക്കാരനാകട്ടെ അധികം ചുങ്കം പിരിക്കുന്ന, സാധാരണയായി എല്ലാവരും പാപി എന്ന് എണ്ണുന്നവൻ. 2 പേരുടെയും പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കൂ. പരീശൻ്റെ പ്രാർത്ഥന ലൂക്കോസ് 18:11-12 കാണാം. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. നമുക്ക് ഈ പ്രാർത്ഥനയൊന്ന് വിലയിരുത്താം. ഫരിസേയൻ ചെയ്തിരിക്കുന്നത് നല്ല പ്രവൃത്തികളാണ്. ഉപവസിക്കുന്നു, ഉപകാരം കൊടുക്കുന്നു, മറ്റു മനുഷ്യരെ പോലെ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, ദൈവത്തെ വാഴ്ത്തുന്നുമുണ്ട്. പക്ഷേ ശോധന ചെയ്യുന്നത് മറ്റുള്ളവരെയാണ്. ചുറ്റുമുള്ള വ്യഭിചാരികൾ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, പ്രാർത്ഥിക്കാൻ വന്ന ചുങ്കക്കാരൻ എന്നിവരെയൊക്കെ അങ്ങ് ശോധന ചെയ്ത് പാപം കണ്ടെത്തി സ്വയം അങ്ങ് നീതീകരിക്കുന്നു. ഈ ഫരിസേയൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടോ? ഇല്ല എന്നാണ് ഉപമയിൽ പറയുന്നത്. കാരണം ഫരിസേയൻ തന്നെത്താൻ ശോധന ചെയ്യണമായിരുന്നു. എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നത്? എത്രയേറെ നല്ല പ്രവൃത്തികൾ ചെയ്താലും ഹൃദയത്തിൽ എളിമപ്പെട്ട് ശോധന ചെയ്ത് സ്വന്തം ബലഹീനതകളും കുറവുകളും ദൈവം മുമ്പാകെ ഏറ്റുപറയുന്നൊരു ഹൃദയം, അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് തന്നെത്താനുള്ള ശോധന. നാം ചുറ്റുമുള്ളവരിലേക്കല്ല നോക്കേണ്ടത്. പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തെത്താൻ നമുക്കുള്ള കുറവുകൾ കണ്ടെത്തി ദൈവം മുമ്പാകെ സമർപ്പിക്കണം സഹോദരങ്ങളെ. ഇനി ചുങ്കക്കാരൻ്റെ കാര്യമെടുക്കുക. ഫരിസേയൻ പറയുന്നത് ശരി തന്നെ. ചുങ്കക്കാരൻ മഹാപാപിയാണ്. പക്ഷെ പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കൂ. ലൂക്ക 18:13. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായി എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 2 പ്രവൃത്തി. ഒന്ന് മാറത്തടിച്ചു, 2 പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. മതി. ഹൃദയപ്രകാരമുള്ള തന്നെത്താനുള്ള ശോധന, ഏറ്റുപറച്ചിൽ, കരുണയ്ക്കായുള്ള യാചന, ഇവയെല്ലാം ഈ പ്രവൃത്തികളിൽ പ്രതിധ്വനിക്കുന്നു. ദൈവം കേട്ടു, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു. അതുപോലെ നീതീകരിക്കപ്പെടുന്നൊരു പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നാം ഒരുക്കേണ്ടിയിരിക്കുന്നു. റോമർ 3:23 പൗലോസ് പറയുന്നത് കേൾക്കൂ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇവിടെ നാം ശ്രദ്ധിക്കണം, എല്ലാവരും എന്നാണ് പറയുന്നത്. പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവമുമ്പാകെ നിൽക്കാനുള്ള യോഗ്യത മനുഷ്യരായി നമുക്ക് ആർക്കുമില്ല. അതിനാൽ മനുഷ്യരായി നമ്മിലുള്ള കുറവുകൾ തന്നെത്താൻ ശോധന ചെയ്ത് കണ്ടെത്തി ചുങ്കക്കാരനെ പോലെ ഏറ്റുപറഞ്ഞ് കരുണയ്ക്കായി യാചിച്ചാൽ നാം നീതീകരിക്കപ്പെടും. അല്ലാതെ നാം വിചാരിക്കുന്ന പോലെ പറയത്തക്ക പാപമൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, കിട്ടാനുള്ളത് കിട്ടും. ഈ വക ചിന്തകളൊക്കെ ഫരിസേയൻ്റെ പോലെ നമുക്കുമുണ്ടാകാം. പക്ഷേ നീതീകരിക്കപ്പെടുകയില്ല എന്ന് യേശു ഈ ഉപമയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.